ഈ ഭരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ല, ഈ ജയസഖലിന്റെ നാടാണ് കഴക്കൂട്ടം, അവിടെയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അവിടെ ഈ ഒളിമ്പിക്സിന്റെ വേദി ആകുമോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അല്ല, ഈ ഒളിമ്പിക്സിന്റെ വേദി ഇപ്പൊ ഈ സംസ്ഥാന സർക്കാർ തന്നെ ആ സ്റ്റേഡിയത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഒന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾക്ക് പോലും എറണാകുളത്തെ വേദിയാക്കുകയും തിരുവനന്തപുരത്തെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് എത്രയോ കാലമായി നമ്മൾ കാണുക. ഇവിടെ ഒരു കാര്യം പ്രിയപ്പെട്ട എസ് പി ദീപകേട്ടൻ പറഞ്ഞൊരു കാര്യത്തിനോട്, ഇവിടെ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതിയെ പറ്റി. സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗമാണ്, വേറെ ആരുമല്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ മറ്റാരും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അഴിമതി ആരോപണത്തെക്കാൾ അപ്പുറത്തേക്ക് ഈ ജില്ലയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി ആരോപണം എന്താ? ഈ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ, കോവിഡ് സമയത്ത് നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയും ചിക്കനും എഴുതി മേടിച്ച് കണക്ക് വെച്ച ആളുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. മേയറുടെ നേതൃത്വത്തിൽ ഈ തിരുവനന്തപുരത്തുള്ള പിൻവാതിൽ നിയമനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാഗപ്പനോട് കത്തെഴുതി മേയർ ചോദിക്കുകയാണ്, സഖാവേ ഇനി ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ, ഞങ്ങൾ ആ ആളുകളെ വച്ചു തരാമെന്ന് കത്തെഴുതി ചോദിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്പർ 1? പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞു ഇവിടെ നമ്പർ 1 ഈ പിൻവാതിൽ നിയമനങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. മാലിന്യ പ്രശ്നം തിരുവനന്തപുരത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. തെരുവുനായ ശല്യം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് 60,000 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് ചികിത്സ തേടിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ മാത്രം 60,000 പേര് ഈ തെരുവുനായ കടിച്ചതിന്റെ പേരിൽ. അപ്പോൾ ഈ പ്രദേശത്തെ തെരുവുനായ ശല്യം, ഈ പ്രദേശത്തെ മാലിന്യ ശല്യം. കഴിഞ്ഞ ദിവസം ഇതേ ഒരു ചാനലിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു സഖാവ് പറയുന്നുണ്ട്, തിരുവനന്തപുരത്തെ തോടുകളിലെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള വെള്ളമാണ്. ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും സഖാക്കന്മാരെ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കും. അല്ലല്ല, തോടുകളിലെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിയും തിരുവനന്തപുരത്തില്ല. മാലിന്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, തെരുവുനായ്ക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത്തരം യാഥാർത്ഥ്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായി തന്നെ പെടും. അപ്പോൾ ഇവിടെ ഉള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നും ശരിയല്ല. ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് അല്ലല്ല, ദീപക് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. ദീപക് പറഞ്ഞു ഒളിമ്പിക്സ് ഇവിടെ, ദീപകെ ഞങ്ങൾ ഒളിമ്പിക്സ് ഇവിടെ കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്. ഒളിമ്പിക്സിൻ്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ഞങ്ങളത് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത്, ഞങ്ങൾക്കത് പറയുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ജന്മത്തൊരു പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള വിശ്വാസക്കുറവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നമായിട്ട് തോന്നി. വേറെ മറ്റൊന്ന് പറയട്ടെ, ഞങ്ങൾ പല കാര്യങ്ങളും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക വകുപ്പെടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു, അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ നിങ്ങളൊക്കെ തന്നെ ഇതുപോലെ കളിയാക്കിയിട്ടുണ്ട്. അത്രയും ഗൗരവത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് പറയുന്നത്. ഞങ്ങളതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള അസൂയ എന്താ? ഈ തിരുവനന്തപുരത്തും പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയുമെന്നുള്ളതാണ് വിഷയം മാറാതെ. അല്ല, നിങ്ങൾ മുസ്ലിം വർഷമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തോട്ടിൽ തള്ളുന്ന ഈ നാട്ടിലുള്ള വേസ്റ്റ് മുഴുവനും കോരിയിട്ട് ആമയഴിയാൻ തോട്ടിലും പാർവതി മുതലാറും തള്ളുന്ന ഗതികേട് തിരുവനന്തപുരം കോർപ്പറേഷനില്ലാതെ മറ്റൊരു കോർപ്പറേഷനും ഇല്ല. മുഖ്യമന്ത്രി തൊടില്ല. ഞാൻ ചോദിക്കട്ടെ, മാറ്റിയ കോർപ്പറേഷൻ ഒരു കോർപ്പറേഷനും ബിജെപിയുടെ ഗവൺമെന്റാണ് നഗരസഭയ്ക്ക് അവാർഡ് കൊടുത്തത്. ഇന്ത്യയിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ഗവൺമെന്റ്? എവിടെ അവാർഡ്? തട്ടിക്കൂട്ട് അവാർഡ് എവിടെന്നെങ്കിലും CPM-ന്റെ ചിഹ്നം വെച്ച് അവാർഡ് വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, കേന്ദ്ര ഗവൺമെന്റ് എന്തിനാ അവാർഡ് കൊടുത്ത്? എന്തോ ആര് അവാർഡ് കൊടുത്ത്? എന്താ അവാർഡ് കൊടുത്ത്? 45 വർഷമായിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടിയിട്ട് 45 വർഷമായിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് പറയുന്നത്.